Hello and welcome back to another video on daily use sentences. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് സെന്റൻസസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നിന്റെ ക്ലാസ് എത്ര മണിക്കാണ്? നിന്റെ ക്ലാസ് എത്ര മണിക്കാണ്? വാട്ട് ടൈം ഈസ് യുവർ ക്ലാസ്? വാട്ട് ടൈം ഈസ് യുവർ ക്ലാസ്? എത്ര മണിക്കാണ് നിന്റെ ക്ലാസ് തുടങ്ങുന്നത്? എത്ര മണിക്കാണ് നിന്റെ ക്ലാസ് തുടങ്ങുന്നത്? വാട്ട് ടൈം ഡസ് യുവർ ക്ലാസ് സ്റ്റാർട്ട്? വാട്ട് ടൈം ഡസ് യുവർ ക്ലാസ് സ്റ്റാർട്ട്? നിന്റെ ക്ലാസ് എപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത്? നിന്റെ ക്ലാസ് എപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത്? വെൻ ഈസ് യുവർ ക്ലാസ് ഗോയിങ് ടു സ്റ്റാർട്ട്? വെൻ ഈസ് യുവർ ക്ലാസ് ഗോയിങ് ടു സ്റ്റാർട്ട്? തുടങ്ങാൻ പോകുന്നത്, ഗോയിങ് ടു സ്റ്റാർട്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ മൂന്ന് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോ നിന്റെ ക്ലാസ് എത്ര മണിക്കാണ്, അല്ലെങ്കിൽ എത്ര മണിക്കാണ് നിന്റെ ക്ലാസ് തുടങ്ങുന്നത്, നിന്റെ ക്ലാസ് എപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത്, എല്ലാത്തിന്റെയും ഉത്തരം ഒന്നായിരിക്കും. ഓക്കെ, പക്ഷെ ആ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിന്റെ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ പുതിയ ഷർട്ടിനെ കുറിച്ച് നിനക്ക് എന്താ തോന്നുന്നത്? എന്റെ പുതിയ ഷർട്ടിനെ കുറിച്ച് നിനക്ക് എന്താ തോന്നുന്നത്? വാട്ട് ഡു യു തിങ്ക് ഓഫ് മൈ ന്യൂ ഷർട്ട്? വാട്ട് ഡു യു തിങ്ക് ഓഫ് മൈ ന്യൂ ഷർട്ട്? ഇവിടെ നമ്മൾ ഷർട്ട് എന്ന് പറയരുത്, ഷർട്ട്. ഷർട്ട്. വാട്ട് ഡു യു തിങ്ക് ഓഫ് മൈ ന്യൂ ഷർട്ട്? എന്റെ പുതിയ ഷർട്ടിനെ കുറിച്ച് നിനക്കൊന്നും പറയാനില്ലേ? എന്റെ പുതിയ ഷർട്ടിനെ കുറിച്ച് നിനക്കൊന്നും പറയാനില്ലേ? ഡോണ്ട് യു ഹാവ് എനിത്തിങ് ടു സേ അബൌട്ട് മൈ ന്യൂ ഷർട്ട്? ഡോണ്ട് യു ഹാവ് എനിത്തിങ് ടു സേ അബൌട്ട് മൈ ന്യൂ ഷർട്ട്? അപ്പോൾ ഡോണ്ട് യു ഹാവ് എനിത്തിങ് ടു സേ, നിനക്ക് പറയാൻ യാതൊന്നുമില്ലേ, അബൌട്ട് മൈ ന്യൂ ഷർട്ട്, എന്റെ ന്യൂ ഷർട്ട്, പുതിയ ഷർട്ടിനെ പറ്റി. ഡോണ്ട് യു ഹാവ് എനിത്തിങ് ടു സേ അബൌട്ട് മൈ ന്യൂ ഷർട്ട്. നിനക്ക് നന്നായി ചേരുന്നുണ്ട്. അത് നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ഇറ്റ് സൂട്ട്സ് യു വെരി വെൽ. ഇറ്റ് സൂട്ട്സ് യു വെരി വെൽ. അപ്പോ നേരത്തെ എന്റെ പുതിയ ഷർട്ടിനെ കുറിച്ച് ഒന്നും പറയാനില്ലേ എന്ന് ചോദിച്ചതിനുള്ള ഉത്തരമാണ് ഇറ്റ് സൂട്ട്സ് യു വെരി വെൽ. സൂട്ട്സ് യു എന്ന് പറഞ്ഞാൽ നന്നായി ചേരുക. ബാംഗ്ലൂരിലെ കാലാവസ്ഥ എനിക്ക് ചേരില്ല. ബാംഗ്ലൂരിലെ കാലാവസ്ഥ എനിക്ക് ചേരില്ല. The climate in Bangalore doesn't suit me. Climate in Bangalore does not suit me. അപ്പൊ ഇവിടെ നമ്മൾ suit me, നേരത്തെ it suits you. അപ്പൊ ഇവിടെ ഇല്ല എന്നതിനെയാണ് does not suit me എന്ന് പറയുന്നത്. ഇതിനെ തന്നെ നമുക്ക് Bangalore climate is not suitable for me. The Bangalore climate is not suitable for me. അപ്പോൾ is not suitable for me അല്ലെങ്കിൽ does not suit me, രണ്ടിന്റെയും മീനിങ് ഒന്നാണ്. ഞാൻ അടുത്ത മാസം സന്ദർശിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ അടുത്ത മാസം സന്ദർശിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. I have planned to visit next month. I have planned to visit next month. അടുത്ത മാസം വിസിറ്റ് ചെയ്യാനായി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലാൻ എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് I have planned to visit next month. എനിക്കെന്റെ വളർത്തുനായയെ കൂടെ കൊണ്ടുവരാമോ? അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു റിസോർട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ പെറ്റ് ഡോഗ് അല്ലെങ്കിൽ വളർത്തുനായയെ കൂടെ കൊണ്ടുവരാമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എനിക്കെന്റെ വളർത്തുനായയെ കൂടെ കൊണ്ടുവരാമോ? Can I bring my pet dog with me? Can I bring my pet dog with me? Pet dog, വളർത്തുനായ. Can I bring, കൊണ്ടുവരാമോ? ക്ഷമിക്കണം, വളർത്തു മൃഗങ്ങളെ അനുവദിക്കുന്നതല്ല. അപ്പോ റിസോർട്ടിൽ വളർത്തു മൃഗങ്ങളെ അനുവദിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. സോറി, പെറ്റ്സ് ആർ നോട്ട് അലൗഡ്. സോറി, പെറ്റ്സ് ആർ നോട്ട് അലൗഡ്. അലൗ ചെയ്യുക അല്ലെങ്കിൽ അലൗ എന്ന് പറഞ്ഞാൽ അനുവദിക്കുക. നോട്ട് അലൗഡ്, അനുവദിക്കുന്നതല്ല. പെറ്റ്സ് ആർ നോട്ട് അലൗഡ്. എന്റെ ഹാൻഡ് ബാഗ് കാണുന്നില്ല. എന്റെ ഹാൻഡ് ബാഗ് കാണുന്നില്ല. ഐ കാൺട്ട് ഫൈൻഡ് മൈ ഹാൻഡ് ബാഗ്. ഐ കാൺട്ട് ഫൈൻഡ് മൈ ഹാൻഡ് ബാഗ്. ഞാൻ അതെവിടെയാണ് വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അതെവിടെയാണ് വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഐ കാൺട്ട് റിമെമ്പർ വേർ ഐ കെപ്റ്റ് ഇറ്റ്. ഐ കാൺട്ട് റിമെമ്പർ, എനിക്ക് ഓർമ്മ വരുന്നില്ല. വേർ ഐ കെപ്റ്റ് ഇറ്റ്, എവിടെയാണ് വെച്ചതെന്ന്. ഐ കാൺട്ട് റിമെമ്പർ വേർ ഐ കെപ്റ്റ് ഇറ്റ്. എന്റെ ഹാൻഡ് ബാഗ് ആരെങ്കിലും കണ്ടോ? എന്റെ ഹാൻഡ് ബാഗ് ആരെങ്കിലും കണ്ടോ? ഹാസ് എനിവൺ സീൻ മൈ ഹാൻഡ് ബാഗ്. ഹാസ് എനിവൺ, ആരെങ്കിലും, സീൻ, കണ്ടോ, മൈ ഹാൻഡ് ബാഗ്, എന്റെ ഹാൻഡ് ബാഗ്. ഹാസ് എനിവൺ
seen my handbag. അവൾ എന്തുകൊണ്ട് ഇവിടെ ഇല്ല? അവൾ എന്തുകൊണ്ട് ഇവിടെ ഇല്ല? Why isn't she here? അപ്പോൾ ഒരാളെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, പക്ഷെ അവർ വന്നിട്ടില്ല. ആൻഡ് അതിനുള്ള ചോദ്യമാണ് why isn't she here? അവൾക്ക് ഇന്ന് പല മീറ്റിങ്ങുകൾ ഉണ്ട്, അതിനാൽ ഓഫീസിൽ നിന്ന് വളരെ വൈകിയേ ഇറങ്ങുകയുള്ളൂ. അവൾക്ക് ഇന്ന് പല മീറ്റിങ്ങുകൾ ഉണ്ട്, അതിനാൽ ഓഫീസിൽ നിന്ന് വളരെ വൈകിയേ ഇറങ്ങുകയുള്ളൂ. She has several meetings today, so she will be leaving late from office. She has several meetings today. ഇന്ന് several ധാരാളം മീറ്റിങ്ങുകൾ ഉണ്ട്. So അതിനാൽ she will be leaving late office. ഓഫീസിൽ നിന്ന് ഇറങ്ങുവാൻ വളരെ വൈകും. ഷീ വിൽ ബി ലീവിംഗ് ഓഫീസ് വെരി ലേറ്റ്. അതായത് ഓഫീസിൽ വളരെ വൈകിട്ടേ ഇറങ്ങുകയുള്ളൂ. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.